മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയുടെ 3-ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പൂപ്പൽ പിടിച്ച ശവകുടീരങ്ങളുടെ ശിഖരങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് രാജ്ഞികളെ പോലെ അഭിമാനികളായ ബോഗൻവില്ല പൂങ്കുലകൾ വളർന്നു നിൽക്കുന്നതും കാണാം. സംവത്സരങ്ങളുടെ മഴയും വെയിലും തട്ടി നിറം മങ്ങിക്കഴിഞ്ഞിരുന്ന ശ്മശാന കല്ലുകൾ മഞ്ഞച്ചുപോയ പല്ലുകളെ പോലെ എനിക്ക് തോന്നി. പഴഞ്ചൻ പല്ലുകളുടെ ഒരു കൊയ്ത്ത് ഷാലിമാറിന്റെ അടുത്ത് വെച്ച് താൻ സ്നേഹിച്ച വിളർത്ത കൈകളെപ്പറ്റി പാടിയ സുപ്രസിദ്ധ കവയിത്രി ലോറൻസ് ഹോപ്പ് അവിടെ ഒരു മൂലയിൽ സംസ്കരിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഈ വിവരം എനിക്ക് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദില്ലിയിൽ നിന്നാണ് കിട്ടിയത്. അനുഗ്രഹീത കവിയായ ലോറൻസ് ബാൻഡൽമാൻ എന്നോട് പറഞ്ഞു, ലോറൻസ് ഹോപ്പിന്റെ ശവകുടീരം ഞാൻ കണ്ടിട്ടുണ്ട്. പാർക്ക് സ്ട്രീറ്റിലെ പുരാതന സിമിത്തേരിയിൽ വടക്കു കിഴക്കേ മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സ്നേഹം മതമാക്കി മാറ്റിയ ആ സുന്ദരിയുടെ ചപലമായ ആത്മാവായിരിക്കണം ആ ശവക്കല്ലറുടെ മേൽ ചലിക്കുന്ന നിഴലായി ഒരു മധ്യാഹ്ന ദിനങ്ങളിൽ ഓടിക്കളിച്ചിരുന്നത്. അവളുടെ ഒടുങ്ങാത്ത ജീവിത തൃഷ്ണയാവാം ആ പൂവള്ളികളെ നിത്യനർത്തകരെ പോലെ ചാഞ്ചാടിച്ചിരുന്നത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് സരസ്വതി എന്ന പേരുള്ള ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. എൻ്റെ അനുജത്തിയെ എടുത്തുകൊണ്ട് നടക്കലും അവളെ കളിപ്പാട്ടങ്ങൾ നിരത്തിവെച്ച് കളിപ്പിക്കലും മാത്രമായിരുന്നു സരസ്വതിയുടെ ജോലികൾ. അവൾക്കന്ന് 18 വയസ്സ് പ്രായമായിരുന്നു. കറുത്ത നിറമുള്ളൊരു സുന്ദരി പെണ്ണ്. എൻ്റെ അമ്മയ്ക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ മുഖത്തിൻ്റെ ഭംഗിയെപ്പറ്റി അമ്മ സംസാരിക്കുമ്പോഴും എനിക്ക് കുപ്പായം തുന്നിക്കാൻ വാങ്ങിയ തുണി കൊണ്ട് അവൾക്ക് ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അസൂയയുടെ നേർത്ത വേദന എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് സൗന്ദര്യം കമ്മിയായതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നോട് സ്നേഹമില്ലാത്തത് എന്ന് അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കണ്ണാടിയിൽ ഒരു ഞെട്ടലോടെ മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. തവിട്ടു നിറം, മെലിഞ്ഞ കൈകാലുകൾ, അല്പം പൊങ്ങിയ പല്ലുകൾ, മുഖത്തു കണ്ണട. 8 വയസ്സിൽ തന്നെ ലോകം എന്നെ തിരിച്ചു എന്നെനിക്ക് തോന്നി. എനിക്ക് തീരെ ഭംഗിയില്ലേ നാരായണൻ നായരെ, ഞാൻ വെപ്പുകാരനോട് ചോദിച്ചു. കുട്ടിക്ക് ഭംഗിയൊക്കെ തന്നെ വരും, കുറച്ചു കാലം അങ്ങോട്ട് കഴിയട്ടെ, അയാൾ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ അന്ന് നാട്ടിലെ ഒരു ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ജ്യേഷ്ഠനുമായുള്ള വിരഹം എന്നെ വളരെയധികം പീഡിപ്പിച്ചു. ഒരിക്കൽ വീണയും നാദവും എന്ന പോലെയായിരുന്നു ഞങ്ങൾ. ജ്യേഷ്ഠന്റെ സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാക്കുവാൻ ഞാൻ എന്നും ശ്രമിക്കാറുണ്ടായിരുന്നു. നാടകങ്ങൾ എഴുതി ഞങ്ങൾ അഭിനയിച്ചു. ഞങ്ങൾ കയ്യെഴുത്ത് മാസികകൾ പുറത്തിറക്കി. ഓലമേഞ്ഞ അമ്പലങ്ങളുണ്ടാക്കി അവിടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ഞങ്ങൾ രാജ്യകാര്യങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ നടത്തി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലി എൻ്റെ ജ്യേഷ്ഠനാണെന്ന് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. വളരെ കാലം എൻ്റെ ഒരു ഫോട്ടോ ജ്യേഷ്ഠൻ തൻ്റെ പേഴ്സിൽ കൊണ്ടു നടന്നിരുന്നു. എന്നാൽ ഒരിക്കൽ വേനലൊഴിവിന് ഞങ്ങൾ ഒന്നിച്ചു കണ്ടുമുട്ടിയപ്പോൾ പേഴ്സിൽ ആ പഴയ ഫോട്ടോ ഞാൻ കണ്ടില്ല. അന്ന് ജ്യേഷ്ഠൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ പെൺകുട്ടിയെപ്പറ്റി ആദ്യമായി എന്നോട് പറഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.